പ്രിയരെ, നമസ്കാരം. എത്ര കാണെങ്കിലും വീണ്ടും വീണ്ടും വിളിക്കുന്ന ചില ഇടങ്ങളുണ്ട്. ഓരോ കാഴ്ചയിലും നമ്മെ പുതുക്കിപ്പണിയുന്നവ, വേണ്ടിയിരുന്നില്ല എന്നൊരിക്കലും തോന്നിപ്പിക്കാത്തവ, വരൂ വരൂ എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നവ. കൊല്ലൂരിലെ മൂകാംബികാദേവിയുടെ സന്നിധി അത്തരമൊരു കാഴ്ചയാണ്, അനുഭവമാണ്, അനുഭൂതിയാണ്. എത്രയെത്ര തവണ ഈ സന്നിധിയിൽ എത്തിയെന്ന് അറിയില്ല. ഓരോ വരവിനുമുണ്ട് പുതുമ, ഓരോ കാഴ്ചയിലുമുണ്ട് അനവദ്യ നിർവൃത്തി. പ്രിയപ്പെട്ടവരും ഒരുമിച്ച് ഇക്കുറി കൊല്ലൂരിലെത്തിയപ്പോൾ പ്രഭാതം നടന്നകന്നിരുന്നു. എങ്കിലും താമസമേതുമില്ലാതെ കുളിച്ച് അമ്മയെ കാണാൻ തിരക്കിട്ട് പുറപ്പെട്ടു. ക്ഷേത്രത്തിലേക്കുള്ള പാതയിൽ ഭക്തർ അനവധി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട്. ഒരു ദൃശ്യവും നഷ്ടമാകരുതെന്ന് കരുതി ക്യാമറ കണ്ണുകൾ തുറന്നു പിടിച്ചു. ഗോപുരമാടത്തിലെത്തി കാലുകൾ കഴുകി മതിൽക്കകത്തേക്ക് പ്രവേശിച്ചു. തിരക്കാണെങ്കിലും അവധി ദിനമായതിനാൽ മലയാളികളുടെ പ്രവാഹമാണ്. കൊല്ലൂരമ്മയ്ക്കെന്നും മലയാളികളെ കാണണം. മലയാളികൾ ഇങ്ങോട്ട് എത്താത്ത ദിനം വന്നാൽ അമ്മ മലയാള നാട്ടിൽ വന്ന് കുടിയിരിക്കുമെന്നാണ് ഐതിഹ്യം. പണ്ട്, വളരെ പണ്ട്, കേരളക്കരയിലെ കാലടി ഗ്രാമത്തിൽ നിന്ന്, പെരിയാറിന്റെ തീരത്തുനിന്ന് സത്യം തേടി ഇറങ്ങിയ 8 വയസ്സുകാരനായ ബാലൻ ഭാരതമെമ്പാടും ചുറ്റി ഒടുവിൽ ഇവിടെ വന്ന് തപസ്സിരുന്നു. ആദിശങ്കരൻ അഥവാ ജഗദ്ഗുരു ശങ്കരാചാര്യർ എന്നായിരുന്നു ആ മഹിത ജന്മത്തിന് പേര്. സംവത്സരങ്ങൾക്ക് മുമ്പ് കോലമഹർഷി തപസ് ചെയ്ത് പ്രത്യക്ഷയാക്കിയ കോലാപുരേശ്വരിയാണ് മൂകാംബികയിലെ വത്സല മാതൃത്വം. ദേവാഭ്യർത്ഥനയാൽ മഹിഷാസുരനെ ഇല്ലാതാക്കിയ ആദിപരാശക്തിയാണ് കൊല്ലൂരിലെ മഹിഷാസുരമർദ്ദിനി. കംഹാസുരന്റെ നാവിൽ കുടികൊണ്ട് വരമാവശ്യപ്പെടാനാകാതെ അയാളെ മൂകനാക്കിയ സംരക്ഷകയാണ് മൂകാംബിക. കുടജാദ്രിയിലെ ചിത്രമൂലയിലിരുന്ന് തപം ചെയ്ത് അക്ഷരബ്രഹ്മത്തെ പ്രത്യക്ഷനാക്കിയ ശങ്കരാചാര്യസ്വാമികളെ സർവജ്ഞപീഠത്തിലേറ്റിയ കരുണാസിന്ധുവാണ് ജഗദംബിക. കേരളക്കരയിലേക്ക് ആചാര്യസ്വാമികളെ പിൻപറ്റി നടന്നവൾ. പാദസരക്കിലുക്കം കേൾക്കാതായപ്പോൾ ആചാര്യസ്വാമികൾ ശങ്കിച്ചൊന്ന് തിരിഞ്ഞു നോക്കി. അതോടെ അമ്മ അവിടെ നിൽപ്പുറപ്പിച്ചു. അങ്ങനെ മൂകാംബികാദേവി കുടജാദ്രി കുന്നിന്റെ താഴ്വാരത്ത് സൗവർണിക തീരഭൂവിൽ കൊല്ലൂരംബികയായി നിലകൊണ്ടു. എന്നാൽ ആചാര്യസ്വാമികളെ അമ്മ നിരാശനാക്കിയില്ല. നിർമാല്യ പൂജയ്ക്ക് ഞാൻ ചോറ്റാനിക്കരയിലെത്തും. അമ്മ വാക്കുപാലിച്ചു. ഇന്നും ചോറ്റാനിക്കരയിലെ നിർമാല്യം കഴിഞ്ഞ് മൂകാംബികയിൽ നട തുറക്കൂ. നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു. കഥകൾ, ഐതിഹ്യങ്ങൾ, ചരിത്രങ്ങൾ, അനുഭവങ്ങൾ, അങ്ങനെ പലതുമായി പരസഹസ്രം മാനവർ ഇവിടെ വന്നു. ഇന്നും ആ ഭക്തമനസ്സുകളുടെ ഭക്തിപ്രവാഹത്തിന്
വേഗത കുറയുന്നില്ല. ഒരു തവണ വന്നവർ വീണ്ടും വീണ്ടും എത്തുന്നു. ഓരോ മാസവും മൂകാംബികയിലെത്തി അമ്മയുടെ ദർശന സൗഭാഗ്യം നുണയുന്നവരുണ്ട്. സാധാരണ മനുഷ്യർ, ഭക്തർ, സന്യാസിമാർ, കലാകാരന്മാർ, ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ, ഏവർക്കും പ്രിയങ്കരമായ സന്നിധിയാണ് അമ്മയുടേത്. എന്താണ് മൂകാംബികാദേവിക്ക് ഇത്ര സവിശേഷത? അതൊരു ആനന്ദാനുഭവമാണ് എന്നത് മാത്രമാണ് ഉത്തരം. സൗവർണിക തീർത്ഥത്തിന്റെ പൊന്നോളങ്ങളുടെ ലളിതാ സഹസ്രനാമ ജപവും കുടജാദ്രിക്കുന്നിന്റെ ശീതക്കാറ്റും ഇഴമുറിയാതെ വർഷിക്കപ്പെടുന്ന കൊല്ലൂരിലെ ഈ മഹാക്ഷേത്രത്തിലെത്തി മംഗളദർശനദായികയായ ജഗദംബികയെ കൺകുളിർക്ക കാണുമ്പോൾ നിറയാത്ത മിഴികളുണ്ടോ? കാലുഷ്യങ്ങൾ അകലാത്ത മനസ്സുകളുണ്ടോ? സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന് ജപിച്ച് അമ്മയുടെ ഒരു നുള്ളു കുങ്കുമം നെറ്റിയിൽ അണിയുമ്പോൾ സംസാര ദുഃഖത്തിന്റെ അലകടൽ ശാന്തമാകുന്നത് അറിയാനാകും. ആരൊക്കെ തടഞ്ഞാലും, ആരൊക്കെ കൂട്ടുമാറി നടന്നാലും, ഏത് ഏകാന്തതകളിലും ഏതു മരുഭൂമിയിലും നിനക്ക് ഞാനുണ്ട്. നിന്നെ ഗ്രഹിച്ച എന്റെ കരം ഒരു നാളും അയഞ്ഞു പോകില്ലെന്ന് ഉറപ്പു നൽകുന്ന സമുദ്രവാത്സല്യമായ മുലോകമാതാവിനെ നാം ഹൃദയത്തിൽ അനുഭവിച്ചറിയും. പൊയ്യല്ല ഈ അമ്മയുടെ സ്നേഹം. നൈർമല്യവും വിശുദ്ധിയും ആ സ്നേഹത്തിന്റെ കൊടിയടയാളമാണ്. അമ്മ എന്നും നമുക്ക് അജ്ഞാതമായി നിൽക്കുന്ന നിഗൂഢതയല്ല, സ്നേഹകാരുണ്യങ്ങളുടെ മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയുമാണ്. ശ്രീലകത്തെ പഞ്ചലോഹ വിഗ്രഹത്തിനു മുൻപിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന സ്വയംഭൂ ജ്യോതിർലിംഗത്തിൽ ഈ ത്രിമൂർത്തികളാണ് ഉള്ളത്. ഈ മാതൃസാന്നിധ്യത്തെ കൂടാതെ ബ്രഹ്മവിഷ്ണു മഹേശ്വര സാന്നിധ്യവും ആ ജ്യോതിർലിംഗത്തിലുണ്ട്. അലങ്കാര പൂജ ഓരോന്നും കഴിഞ്ഞ് നട തുറക്കുമ്പോൾ എന്തൊരഴകാണ് എൻ്റെ അമ്മയ്ക്ക്. നെയ്ത്തിരി നാളങ്ങളേന്തി പ്രാർത്ഥനാപൂർവം ഭക്തർ നിൽക്കുമ്പോൾ ചണ്ഡികാ ഹോമകുണ്ടങ്ങളിൽ അഹത്തിന്റെ സമസ്ത തിന്മകളും എരിഞ്ഞടങ്ങുമ്പോൾ സരസ്വതി മണ്ഡപത്തിൽ ഇരുന്നുള്ള നാമാർച്ചനയിൽ കഥനങ്ങളെല്ലാം കവിതകളായി പരിണമിക്കുമ്പോൾ അർച്ചകർ ചൊല്ലുന്ന വിദ്യാമന്ത്രം ഏറ്റുചൊല്ലി വിദ്യാരംഭം വീണ്ടും കുറിക്കുമ്പോൾ ആരാണറിയാത്തത് അമ്മയുടെ നന്മ, അനുഗ്രഹത്തിന്റെ പീയൂഷവർഷം.
ശ്രീബലിക്ക് നാദസ്വരത്തിൻ്റെയും ചെറിയ തകിൽ വാദ്യങ്ങളുടെയും അകമ്പടിയിൽ അർച്ചകന്റെ ശിരസിലും പിന്നെ വെള്ളിപ്പല്ലക്കിലും ഒടുവിൽ സ്വർണത്തേരിലും അലങ്കാര വിഭൂഷിതയായി അനേകം കണ്ഠനാളങ്ങളിൽ നിന്നുയരുന്ന നാമജപഘോഷയാത്രയിൽ ആനന്ദചിത്തയായി അമ്മ കോവിലിന് വലം വയ്ക്കുമ്പോൾ സാഷ്ടാംഗം പ്രണമിക്കാത്ത മനസ്സുകളുണ്ടോ? തിരുനടയിലെത്തുന്നവർ ആരുമാകട്ടെ, ദ്വൈതിയോ അദ്വൈതിയോ വിശിഷ്ടാദ്വൈതിയോ ചാർവാകനോ ആകട്ടെ, മൂകാംബികയ്ക്ക് മുൻപിൽ നമിക്കാത്ത ശിരസുകളുണ്ടോ? ആരുടെ നാവിൽ നിന്നാണ് അമ്മേ എന്ന മധുരാർദ്രമായ ആ രണ്ടക്ഷര പുണ്യം പൊഴിയാതിരിക്കുക? കാലം എത്ര കഴിഞ്ഞാലും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാനവ മനസ്സുകൾ എത്ര മാറിയാലും മാറ്റമില്ലാതെ നിലകൊള്ളുന്ന ഒരു സ്നേഹമായിരിക്കും സാക്ഷാൽ ശ്രീ മൂകാംബികയായ കോലാപുരേശ്വരി. അമ്മ നന്മയാണ്, അമ്മ കരുണയാണ്, അമ്മ നിലയ്ക്കാത്ത ഊർജപ്രവാഹമാണ്. ആപതിക്കും കരണീയം ഈ അമ്മയുടെ ചരണയുഗളങ്ങൾ മാത്രം. ഒറ്റപ്പെടുമ്പോഴെല്ലാം ഒരിക്കലും കൈയൊഴിയാത്ത സമുദ്രവാത്സല്യം, അതാകുന്നു ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ജഗദംബിക. നമുക്ക് ഇനിയും ഈ അമ്മയുടെ വിളികൾക്കായി കാതോർത്തിരിക്കാം.